ഒരു മയ്യത്ത് ഖബറടക്കിയാൽ ആ ഖബറടക്കുന്ന മയ്യത്തിന്റെ അവസാനത്തെ മീസാൻ കല്ലും നാട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മക്കളോടാ പറയുന്നത്, ബന്ധുക്കളോടാ പറയുന്നത്, ഖബറിന്റെ മുമ്പിൽ നിന്നെല്ലാം കഴിഞ്ഞെന്ന് കരുതിയിട്ട് പോകല്ലേ. അവിടെ നിന്ന് സൂറത്തുൽ മുൽക്ക് ഓതണേ. ആ ഖബറിന്റെ ചോദ്യം ലഘൂകരിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരാ, വെറുതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്ക് ആരംഭം കുറിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ഏഴംകുളത്തുകാര് 101 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്നല്ല പറയുന്നത്. 101 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ആ കാലം അത്രയും ഇബാദത്തെടുത്താൽ അത് പുണ്യം തന്നെയാണ്. അത്രയും തസ്ബീഹ് ചൊല്ലാമല്ലോ, അത്രയും തഹ്ലീല് ചൊല്ലാമല്ലോ, അത്രയും തക്ബീർ ചൊല്ലാമല്ലോ. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സെക്കൻഡാണ് നമ്മൾ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് ജീവിച്ചിരുന്നത്. ആ മണിക്കൂർ ഒന്നിൽ ഇഖ്ലാസോടെ നല്ല അമലുകൾ ചെയ്താൽ അല്ലാഹ് പറയുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഖുർആൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ ഇറങ്ങണം. ആ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ ഊളിയിട്ടിറങ്ങിയിട്ട് ഖുർആനിന്റെ അകക്കാമ്പ് ഉത്സാരം തൊട്ടറിയാൻ നമുക്ക് കഴിയണം സഹോദരാ. അല്ലാഹ് പറഞ്ഞതെന്താണ്? പടച്ചവൻ അനുഗ്രഹീതനാണ്, അവനാണ് ആകാശഭൂമികളെ സംവിധാനിച്ചത്. അല്ലാഹുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, അവൻ ആരെന്നറിയോ? അല്ലദീ ഖലഖൽ മൗത, അവരാണ് മരണത്തെ സൃഷ്ടിച്ചത്. വൽ ഹയാത്ത, ജീവിതത്തെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചതെന്നറിയോ? എന്തിനാണ് ഏഴംകുളത്തെന്ന പത്തനംതിട്ട ജില്ലയുടെ ഏഴംകുളത്ത് നിങ്ങളെ അല്ലാഹു എന്തിനാ അയച്ചതെന്നറിയോ? നിസാര കാര്യം വരുമ്പോ ആത്മഹത്യ ചെയ്യാനല്ല മുസ്ലിം ചെറുപ്പക്കാരാ. ജീവിതത്തോട് മടുക്കുമ്പോൾ, ജീവിതം വളരെ പ്രയാസമാണെന്ന് തോന്നുമ്പോ, കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ, മാനസികമായ പിരിമുറുക്കം വരുമ്പോ, അല്ലെങ്കിൽ പ്രണയിച്ച ഒരു പെണ്ണിട്ടിട്ട് പോകുമ്പോ, അല്ലെങ്കിൽ പ്രണയിച്ച തന്റെ കാമുകൻ ഉപേക്ഷിച്ചു പോകുമ്പോ, എന്തിനാണ് ഒരു കഷ്ണം കയറെടുത്തിട്ട് നീ മരച്ചില്ലയിൽ തൂങ്ങിയാടുന്നത്? എന്തിനാണ് വിഷം കഴിച്ചിട്ട് നീ മരിക്കുന്നത്? എന്തിനാണ് പൊന്നുമോനെ കിണറിലേക്ക് എടുത്തു ചാടിയിട്ട് നിന്റെ ജീവിതം ഓമിക്കുന്നത്? എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്? അന്തസ്സോടെ നട്ടെല്ല് നിവർത്തിയിട്ട് ചതിച്ചവന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കലാ വേണ്ടത്. മരണത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണ് ആത്മഹത്യ. അല്ലാഹു പറയുന്നു, എന്തിനാ മരണത്തെ നിങ്ങൾക്ക് തന്നത്? എന്തിനാ ജീവിതത്തെ നിങ്ങൾക്ക് അല്ലാഹു തന്നത്? ഒരു ചെറിയ ടെസ്റ്റ് ഡോസാ. അല്ലാഹു പറയുന്ന ഒരു പരീക്ഷണശാലയാ ഈ ദുനിയാവെന്ന് പറയുന്ന ഒരു പരീക്ഷഹാളാ. അല്ലാഹു പറയുന്നു, ലിയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്ത് പരീക്ഷയാണ് അല്ലാഹു നടത്തുന്നത്? അല്ലാഹു തന്നെ പറയുന്നു, അയ്യുക്കും അഹ്സനു അമലാ, ആര് ഏറ്റവും നല്ലത് ചെയ്തെന്ന് നോക്കാനാ. ഖുർആൻ പഠിക്കുന്നവരെ ഞാൻ ശ്രദ്ധിക്കുകയാ. ഖുർആൻ പഠിക്കുന്നവരെ ആഴ്ചയിൽ ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ഇവിടെ ഖുർആന്റെ ക്ലാസ് പുരുഷന്മാർക്കുണ്ടല്ലോ. ശനിയും ഞായറും തിങ്കളും ചൊവ്വയും 4 വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ് അല്ലേ സാർ? അല്ലേ? ശനി ഞായർ പുരുഷന്മാരൊക്കെ നല്ല സജീവമാവുന്നുണ്ടോ? അൽഹംദുലില്ലാ. സത്യം പറയാലോ, ചെറുപ്പക്കാര് വരും ഇൻഷാ അല്ലാഹ്. ചെറുപ്പക്കാര് വരണം, വരും മഗ്രിബിന് ശേഷം. ചെറുപ്പക്കാര് നമ്മുടെ ദീനിന്റെ കാവൽ ഭടന്മാരാണ്. ഞാനേ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഞാൻ കുറ്റപ്പെടുത്തല്ല, എന്റെ വാക്കുകൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും മാപ്പാക്കുക. ഞാൻ പറയുന്നത് ഹക്കാണ്. പ്രായമുള്ള ആളുകള് അവരാണ് എല്ലാം. അള്ളാഹു ഈ ഭൂമി വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അല്ലാഹുവേ വണങ്ങുന്ന വൃദ്ധജനങ്ങളും അമ്മിഞ്ഞ പാൽ നുകരും യതീം മക്കളും മൈതാനിയിൽ മേയുന്ന കാലിമൃഗങ്ങളും ഇല്ലേ അദാബ് തലയ്ക്കുമീതെ ചൊരിഞ്ഞതും
എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ, അല്ലാഹുവേ വണങ്ങുന്ന വൃദ്ധജനങ്ങളും വസ്ബിയത്തും മീനല്ലതാമാറുള്ളഉ, അമ്മിഞ്ഞപ്പാൽ നുകരുന്ന യതീം മക്കളും വമുഹമ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ, മൈദാനിൽ മേഞ്ഞുന്ന കാലിമൃഗങ്ങളും സുബ്ബ അലൈകുമുൽ അദാബുൽ ഔജഉ, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് വരുമായിരുന്നു. അത് വരാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഒന്ന്, താടിയും മുടിയും നരച്ച വൃദ്ധന്മാരുള്ളത് കൊണ്ട്. അള്ളാഹുവിന് ഏത് പള്ളിയിലാ പോയി നോക്ക്, കുറെ കളവന്മാര് മാത്രം കാണും. അതാ ഉസ്താദ് പറഞ്ഞത്, ഇവിടെ വൃദ്ധന്മാര് മാത്രമേ വരുന്നുള്ളൂ. അമ്മിഞ്ഞപ്പാ കുടിക്കുന്ന കുറെ മക്കളുള്ളത് കൊണ്ടാ. മൈതാനിയിൽ മേഞ്ഞടക്കുന്ന പശുവും കാളയും എരുമയും പോത്തും ആടും കോഴിയും പറവയും പാറ്റയൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അള്ളാഹു എപ്പോഴേ ആകാശത്ത് ഇടിച്ചിറക്കിയിട്ട് നിങ്ങളെ നശിപ്പിച്ചേനെ. അത്രയും വലിയ തിന്മകളല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കുറെ പ്രായമുള്ള ആളുകളെ കൊണ്ടാ ലോകം നിലനിൽക്കുന്നത്. പക്ഷേ പ്രായമുള്ള ആളുകളെ കൊണ്ട് മാത്രം ഒന്നും നടക്കൂല. അതുകൊണ്ടാ പ്രായമുള്ള ഇബ്രാഹിം നബി പ്രായം കുറഞ്ഞ ഇസ്മായിൽ നബിയുടെ കൈ പിടിച്ചപ്പോ കഅബ ഉണ്ടായി. പ്രായമുള്ള ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായ ഇസ്ഹാഖ് നബിയുടെ കൈ പിടിച്ചപ്പോൾ ഇന്ന് ഇസ്രയേലികൾ ചുട്ടരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരിക്കലും നടക്കില്ല, പ്രകൃതി പോലും നിങ്ങൾക്കെതിരാണ് എന്ന് ഹദീസുകളിലൂടെ മനസ്സിലാകുന്ന ഏതൊരു പള്ളിയുടെ മോചനത്തിനു വേണ്ടി പോരാടുന്നു. ഖുദ്സ്, ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ഫലസ്തീൻ. ആ പള്ളി ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും കൂടെ വെച്ചതാണ്. കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റിന് ഡിവൈഎഫ്ഐ ഉണ്ട്, ബിജെപിക്ക് യുവമോർച്ച അല്ലേ അതുണ്ട്, പിന്നെ ഏതാ സമസ്തക്ക് SYS ഉണ്ട്, അഖിലേന്ത്യാ സുന്നിക്കും SYS ഉണ്ട്, ദക്ഷിണയ്ക്ക് KMYF ഉണ്ട്, സംസ്ഥാനയ്ക്കും എന്തോ ഉണ്ട് അല്ലെ. എന്റെ ഷോർട്ട് ഫോം എനിക്കറിയില്ല. ഏതിനുണ്ട് യുവാക്കൾക്ക് ഒരു പ്രത്യേക പരിഗണന. യുവാക്കളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. യുവാക്കൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, വലിയൊരു ആദരവാണ് അള്ളാഹു തന്നത്. ഇപ്പൊ അറിയില്ല ഇതിന്റെ വില. നമ്മളൊക്കെ യുവത്വത്തിൽ നിന്ന് മാറാൻ പോവുക. എനിക്കിപ്പോ 38-39 വയസ്സായി. ഒരു മനുഷ്യന്റെ ശൈശവം 2 വയസ്സ് വരെയാണ്. ശൈശവം 2 വയസ്സ് വരെ. 2 വയസ്സ് മുതൽ ഏകദേശം 9-10 വയസ്സ് വരെയാണ് ബാല്യം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയാവുന്നത് വരെ കൗമാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യുവത്വം ആരംഭിക്കുക 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. 41 വയസ്സ് ആളുകൾ ഇപ്പോഴും യുവാക്കളെന്നും പറഞ്ഞിരിക്കരുത്. 40 വയസ്സ് വരെയാണ് യുവത്വം ഉള്ളത്. 40ാമത്തെ വയസ്സ് പോലെ പിന്നെ മർത്തവ മാറുക. ശയൂഖ് ഫലമ്മ ബലഗ ശുദ്ധ, ശുദ്ധത്തിന്റെ പ്രായം 40 വയസ്സാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു എന്താ പറഞ്ഞത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് ചെയ്യുന്നതെന്നറിയാനാണ് ഈ ലോകത്ത് അല്ലാഹു വിട്ടത്. അല്ല പറഞ്ഞില്ല, എന്തു പറഞ്ഞില്ല? ലിയബ്ലുവകും അയ്യുകും അക്സറു അമലാ, നിങ്ങളിൽ ആരാണ് ധാരാളം ചെയ്തതെന്ന് അല്ല പറഞ്ഞില്ലല്ലോ. അക്സറു അമല എന്ന് അല്ല പറയാതെ അല്ല പറഞ്ഞത് അഹ്സനു അമല, ഒത്തിരി വേണ്ട, ഇത്തിരി മതി, അത് കാതലായാ മതി എന്ന്. ഒത്തിരി ഒന്നും ആരും ചെയ്യണ്ട, ഇത്തിരി മതി, പക്ഷെ അത് കാതലായിരിക്കണം. ലിയബ്ലുവകും അയ്യുകും അക്സറു അമല എന്നല്ല അല്ല പറഞ്ഞത്. ആരൊത്തിരി ചെയ്തു അല്ലാഹ്ക്ക് നോട്ടേ ഇല്ല. ആരിത്തിരി ചെയ്തു അത് ഇഖ്ലാസ് ഉണ്ടോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. എണ്ണത്തിൽ ചെറുതാകാം, പക്ഷേ വണ്ണത്തിൽ അത് വലുതാണ്. നിങ്ങൾ ചെയ്യുന്നത് ചെറുതാണ്, നിങ്ങൾ ചെയ്യുന്നത് കുറഞ്ഞതാണ്, പക്ഷെ അതിന് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ആ അമലിന് നിങ്ങൾക്ക് കുറഞ്ഞതായാലും മതിയെന്ന് പഠിപ്പിച്ചത് ഈ ലോകത്ത് നിയമങ്ങൾ പഠിപ്പിച്ച ശരീഅ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് ഒരുപാടൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ചെയ്യുന്നത് കൃത്യമാകണം, ചെയ്യുന്നത് നല്ലതാകണം. ആ ചെയ്യുന്ന അമലുകളാണ് അള്ളാഹു നോക്കുന്നത്. അതിനായി ഈ ലോകത്തേക്ക് നമ്മളെ നിയോഗിച്ചത്. മാത്രമല്ല, അതേ അള്ളാഹ്ക്ക് വേണ്ടി രാജാവിന്റെ മുന്നിൽ ഒരാളെ കൊണ്ടുവന്ന് ഒരു സമ്മാനം കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരാള് സമ്മാനം വെച്ചു. എന്താ സമ്മാനം? തിരുമുൽ കാഴ്ച.
രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച ഈ സാധനത്തിന് ന്യൂനതകളുണ്ട്. കുറെ ആപ്പിൾ ഒരാൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടില് ഇപ്പൊ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചതിൽ ന്യൂനത ഉണ്ടെങ്കിൽ രാജാവ് ഇഷ്ടപ്പെടൂല, അവനെ പിടിച്ച് തുറുങ്കിലടക്കേ ഉള്ളൂ. രാജാവിനെ കളിയാക്കണോ എന്ന് ചോദിച്ചിട്ട് ചീഞ്ഞളി എന്തെങ്കിലും കൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പിൽ കാഴ്ചവെച്ചാൽ രാജാവിന് ഇഷ്ടം വരുമോ? രാജാവ് ചെയ്യുന്ന എന്താ? പിടിച്ച് നേരെ തുറുങ്കിലടക്കും. അവനെ പിന്നെ പുറം ലോകം കാണൂല. ഇതല്ലേ ചെയ്യുന്നത്. ഇനി നീ കൊടുത്തില്ലെങ്കിലോ രാജാവിനൊന്നുമില്ല. നീ കൊടുത്ത നല്ലതാണെങ്കിലോ രാജാവിന്റെ സ്നേഹം നിനക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വന്നു, ആ അതിഥികൾ 2 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ പോട്ടെ 10 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു. നമ്മൾ എന്തൊരു സൽക്കാരമായിരിക്കും. ഇത്രയൊക്കെ മനസ്സ് കാണിച്ചല്ലോ. പക്ഷെ അതിൽ ഒരെണ്ണം പോലും നല്ലതില്ല. എല്ലാം ചീഞ്ഞതും എല്ലാം പൊഴുത്തതും എല്ലാം പഴകിയതും കേടുവന്നതുമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? പോകുമ്പോ പറയും, ഇത് ഇടാൻ വേസ്റ്റ് ഇടാൻ ഇവിടെ സ്ഥലമില്ല, അളിയൻ പോകുമ്പോ ഇതിവിടെ കൊണ്ടുപോയി വഴിയിലും കളഞ്ഞേച്ചാൽ മതി എന്ന് പറയും. ഇതല്ലേ നമ്മൾ പറയാ? ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? എന്നാൽ കൊണ്ടുവന്ന ഒരാള് ഒരാപ്പിള് കയ്യിൽ കരുതി അത് കൊണ്ടുവന്ന് വീട്ടുകാരന്റെ കയ്യിൽ കൊടുത്തു. ഒരെണ്ണം ഞാൻ വാങ്ങി നിനക്ക് തിന്നാൻ. അത് നല്ലതാണെങ്കിൽ അതൊരെണ്ണം പോരെ? അതാണ് പ്രിയപ്പെട്ടവരെ, പടച്ചവന് ചീഞ്ഞത് വേണ്ട. അള്ളാഹു സ്വീകരിക്കുന്നതും പരിശുദ്ധമായതാണ്. അള്ളാഹു സ്വീകരിക്കുന്നതും അഹ്സനാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, എന്താണ് റസൂലേ ഈമാനം എന്ന് പറഞ്ഞു തരുവോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഇഖ്ലാസു ലില്ലാഹ്. അത് നിഷ്കളങ്കതയാണ്, അത് ഇഖ്ലാസാണ്, അത് അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള കാര്യമാണ്. ലാ യഖ്ബലുല്ലാഹു മിനൽ അഅമാലി ഇല്ലാ മാ കാന ഖാലിസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നത് എല്ലാം സ്വീകരിക്കൂല. ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നത് അല്ലാഹുക്ക് വേണ്ട. ഓടിപ്പടച്ചു വന്നിട്ടുള്ള നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. എങ്ങനെയെങ്കിലും ആളുകളെ ഫസാദും ഫിത്നയും പറയുന്ന നോമ്പ് അല്ലാഹുക്ക് വേണ്ട. സദഖ കൊടുത്തിട്ട് എടുത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, കൊടുത്തിട്ട് എടുത്തു പറയലും വേദനിപ്പിക്കലും സഹോദരങ്ങളെ അത് അല്ലാഹു സ്വീകരിക്കാത്തതാ. അല്ലാഹു സ്വീകരിക്കുന്നത് ഏതാണ്? അത് ഏറ്റവും അഹ്സനായത്. അതുകൊണ്ടാണ് സഹോദരാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലാ യഖ്ബലുല്ലാഹു മിനൽ അഅമാലി ഇല്ലാ മാ കാന ഖാലിസാ. നിഷ്കളങ്കമായി ചെയ്യുന്നത് മാത്രമേ അല്ലാഹുക്ക് വേണ്ടി. എന്തിനായി ലോകത്തേക്ക് അല്ലാഹു നമ്മളെ അയച്ചതെന്നറിയോ? അല്ലാഹ് പറഞ്ഞല്ലോ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു ഈ ലോകത്തേക്ക് നമ്മളെ അയച്ചത് എന്തിനാണെന്ന് സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. എന്തിനായി ലോകത്തേക്ക് അല്ലാഹു നമ്മളെ അയച്ചത്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് റബ്ബിന്റെ കൽപ്പന വന്നത്. എങ്ങനത്തെ ഇബാദത്താണ്? മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോട് കൂടിയിട്ട് വേണം ഇബാദത്ത് എടുക്കാൻ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, കൈകെട്ടിക്കഴിഞ്ഞാൽ, നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ? ഇവിടെ ഹനഫി അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് ചിലപ്പോ ശരിയാവണമെന്നില്ല. ഷാഫി ഇവിടെ കൈകെട്ടിട്ട് എന്താ പറയാ? സന അല്ലേ? സന അല്ലേ? ഷാഫി മദ്ഹബ് അനുസരിച്ച് കൈകെട്ടി കഴിഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹ്. ഹനഫി മദ്ഹബ് പ്രകാരം സനാ ഇതാണല്ലോ. കൈകെട്ടിട്ട് പറയുന്നത് എന്താ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിന്റെ അർത്ഥം എന്താ? എന്താണ് ഇതിന്റെ അർത്ഥം? വജ്ജഹതു വജ്ഹിയ ലില്ലദീ. നിങ്ങൾക്കിത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരണം കുറയ്ക്കുകയാ. പക്ഷെ എന്നെ കാണുന്നവർ ശാഫിഈ മദ്ഹബുകാരുണ്ടല്ലോ, അല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, ഹനഫി മദ്ഹബുകാർക്ക് വേറെ അല്ലാഹ് ഇല്ല, എല്ലാവർക്കും ഒരേ ഒരു അല്ലാഹ് തന്നെയാണ്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹുവിലേക്കാണ് എന്റെ മുഖം ഞാൻ
തിരിക്കുന്നത്. ലോകത്തുള്ള ഒരൊറ്റ ധിക്കാരികളുടെ നേരെ എന്റെ മുഖം തിരിക്കൂല. ഒരുത്തന്റെ കോട്ടക്കൊപ്പളപ്പിന്റെ മുമ്പിലും എന്റെ ശിരസ് കൊണ്ട് ഞാൻ കുനിക്കുകയില്ല. ഒരുത്തന്റെ മുമ്പിൽ ഞാൻ എന്റെ ശിരസ് കുനിക്കില്ല, എന്റെ മുഖം ഞാൻ തിരിക്കില്ല. തിരിക്കുന്നെങ്കിൽ എന്റെ അല്ലാഹു മാത്രമാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ഞാൻ മുസ്ലിമാണെന്ന് മാത്രമല്ല ഹനീഫും കൂടിയാ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജുമാനസനാണ്, വളവുകളൊന്നുമില്ല. അങ്ങോട്ട് ചായലില്ല, ഇങ്ങോട്ട് ചായലില്ല, അങ്ങോട്ട് വളയലില്ല, ഇങ്ങോട്ട് തിരിയലില്ല. നേരായ പാത, ഋജുവായ പാത, സിറാത്തുൽ മുസ്തഖീം, നേരായ പാത. വളവുകൾ, സൈഡിലുള്ള വരകളെല്ലാം വളവുള്ളതാണ്. അതിൽ പോയാൽ വളഞ്ഞു പോകും, സംശയമില്ല. അതിലുള്ളതെല്ലാം വിളയന്മാരാണ്. പക്ഷേ നേരായ പാത ഇസ്ലാമിന്റെ പാത. എന്നിട്ട് പറയുന്നു ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി, എന്റെ മറ്റുള്ള ഇബാദത്തുകൾ, വമഹിയായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം എന്റെ റബ്ബിന് വേണ്ടി ഉള്ളതാണ് എന്നൊരു മനുഷ്യൻ കൈകെട്ടി പറയുന്നല്ലോ. സഹോദരങ്ങളെ, എന്റെ ജീവിതവും മരണവും ഒക്കെ അല്ലാഹ്, അതാണ് അല്ലാഹനെ അറിയാനുള്ള മാർഗം. എന്റെ ഒന്നും വേറെ ആർക്കുമില്ല. മഹാനായ ഇമാം മാവറദി റഹിമഹുല്ലാഹ് ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥം എഴുതി, ഹദീസിന്റെ തഫ്സീറിന്റെ ഒരു ഗ്രന്ഥം എഴുതി, ഫിഖ്ഹിന്റെയും തഫ്സീറിന്റെയും ഗ്രന്ഥങ്ങൾ രചിച്ചു. പക്ഷെ ലോകത്താർക്കും കാണിച്ചു കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരാളെയും അത് കാണിച്ചില്ല. ഇമാം മാവറദി റഹിമഹുല്ലാഹ് തഫ്സീറിന്റെ കനപ്പെട്ട ഗ്രന്ഥം എഴുതി, കർമ്മശാസ്ത്രത്തിന്റെ വിലപ്പെട്ട ഗ്രന്ഥം എഴുതി, എന്നിട്ടൊരു മഖ്ലൂക്കിനെയും കാണിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് തന്റെ വിശ്വസ്തനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നീ അതങ്ങ് പ്രചരിപ്പിക്കണം. ഞാൻ മരിച്ചുപോയാൽ നിനക്ക് തോന്നും ഇഖ്ലാസോട് കൂടിയാണ് എഴുതിയതെന്ന്. എങ്കിൽ നീ അതിനെ പ്രചരിപ്പിക്കണം, എല്ലാവർക്കും കൊടുക്കണം. അല്ലെങ്കിൽ ദജ്ലാ കടലിലേക്ക് വലിച്ചെറിഞ്ഞേക്കണം. ആർക്കും വേണ്ട. ഞാൻ മരിക്കുമ്പോ ഞാൻ ഇപ്പറയുന്ന ആള് കഷ്ടപ്പെട്ട് എഴുതിയ ഫിഖ്ഹിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ഇഖ്ലാസോട് കൂടിയാണെന്ന് നിനക്ക് തോന്നിയാൽ മോനെ നീ അത് പ്രചരിപ്പിക്കണം, പ്രസിദ്ധീകരിക്കണം, ലോകം പഠിക്കട്ടെ. അതല്ല, എനിക്ക് ഇഖ്ലാസ് ഇല്ലെന്ന് നിനക്ക് തോന്നിയാൽ ദജ്ലാ കടലിലേക്ക് നീ അതിനെ വലിച്ചെറിഞ്ഞേക്കണം. അതാവശ്യമില്ല. അങ്ങനെയാണ് മഹാരഥന്മാരായ മുന്നോറുകൾ ജീവിച്ചത്. അങ്ങനെയാണ് മുൻഗാമികൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ ഒരു അടുപ്പത്തിന് വേണ്ടി, ഇഖ്ലാസിന് വേണ്ടി പണിപ്പെട്ടത്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്ക്. ഇനി ആകെ എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം 40 മിനിറ്റാണ്. ഇനി ആകെ അനുവദിച്ചിട്ടുള്ള സമയം 40 മിനിറ്റാണ്. അപ്പൊ 2 മണിക്കൂറാവും. അങ്ങനെ പറഞ്ഞില്ലേ? അവരിരുന്നല്ലേ പറഞ്ഞ, അവന് ക്ഷീണം വരൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മണിക്കൂറായാലേ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ കൃത്യമായി പിടിച്ചിരുത്താൻ കഴിയും. ചില ഈ സൈക്കോളജി വിദഗ്ധർ പറയുന്നത് 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ക്വാട്ട് ഓടാൻ തുടങ്ങും. പിന്നെ ഇരിക്കുന്നവർ അങ്ങോട്ട് വിളിക്കും പ്രസംഗിക്കുന്ന ആളിനെ. കണ്ടിട്ടില്ലേ? നമ്മൾ ചില വാഴതിനൊക്കെ ഫ്രണ്ടിൽ ഒന്ന് ഇങ്ങനെ നോക്കിയിരിക്കും ആദ്യം ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന ആളിനെ അങ്ങോട്ട് വിളിക്കുന്നവര് ഇങ്ങനെ. അപ്പൊ അങ്ങനെ ആയ പിന്നെ കാര്യമില്ലല്ലോ. ഈ പറയുന്ന എന്താ, പിന്നെ നാളെ ഇറങ്ങിയിട്ട് അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒരിക്കല് ജുമയ്ക്ക് പ്രസംഗിച്ചപ്പോ ഇച്ചിരി നമ്മുടെ ഈ പള്ളിയുടെ മുന്നിലേക്ക് കിട്ടുന്ന കളർ ബൾബില്ലേ, ഒരു സന്തോഷം. അതൊക്കെ ഖുർആനിലുണ്ടോ നോക്കിയാ പിന്നെ എന്തെന്നോ ജീവിക്കാൻ പറ്റുമോ? അതൊരു സന്തോഷം. അത് മറ്റൊരു സമൂഹം ഇടുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഇടാതിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ, മട്ടൻ ആരെല്ലാം കഴിക്കുന്നത്? അത് അവർ കഴിക്കുന്നത് നമ്മൾ കഴിച്ചൂടാ എന്നാണോ? ഖിലാഫല്ലിൽ യഹൂദ്, ജൂതന്മാരോട് എതിരാകാൻ ശരീഅത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ? ഇല്ല. മുറ്റമടിക്കണം, നിങ്ങൾ മുറ്റമടിക്കണം. എന്തുകൊണ്ട്? മുറ്റമടിക്കാതിരിക്കുന്നത് ജൂതന്മാരാണ്. അവന്മാർക്ക് ഈ ടിഷ്യൂ പേപ്പർ സംസ്കാരമാണല്ലോ, തുടക്കിയ കളയുക, അതാണല്ലോ ഈ ജൂതന്മാര്. അതിനെ ഇപ്പൊ നമ്മളായിട്ട് എടുത്തിരിക്കുന്നത്. ഖുബാ പള്ളിയിലെ ആളുകളുടെ പ്രത്യേകത എന്താ?
യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹി യുഹിബ്ബുൽ മുത്തഖിരീൻ ആയത്തിറങ്ങി. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. നബിയെ അവിടെ പോണ്ട നിസ്കരിക്കാൻ, ളിറാർ മസ്ജിദിൽ പോണ്ട, ഇവിടെ തന്നെ നിസ്കരിച്ചു ഖുബാ പള്ളിയിൽ. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ഇവിടെയുള്ള ആളുകൾ ശുദ്ധിയുള്ള ആളുകളാണ്. നബിതങ്ങൾക്ക് സംശയം, അങ്ങനെ പറയാൻ കാരണം എന്താ? അള്ളാഹു ഖുബാ നിവാസികളെ വിളിച്ചിട്ട് ചോദിച്ചു, മദീനയെന്ന് കുറച്ചടുത്താണല്ലോ ഖുബാ പള്ളി, അല്ല നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയല്ലോ, നിങ്ങളുടെ പ്രത്യേകത എന്താ? അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ ഞങ്ങൾ ശൗച്യം ചെയ്യുന്നത് ബിൽ ഹജരി വൽ മാഇ, കല്ല് കൊണ്ടും ചെയ്യും വെള്ളം കൊണ്ടും ചെയ്യും. ഇത് രണ്ടും കൊണ്ടാണ് ഞങ്ങൾ ശൗച്യം ചെയ്യുന്നത്. അതാണ് സംസ്കാരം. ഇന്നോ വെള്ളം എന്തെന്ന് കാണാത്ത വെള്ളക്കാരന്മാര് വെള്ള പേപ്പർ കീറിയിട്ട് ടിഷ്യൂ പേപ്പർ കീറിയിട്ട് തുടച്ചിട്ട് പോകുന്ന സംസ്കാരം അത് നമ്മുടെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളികളിൽ പല സംസ്കാരങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അതൊന്നും പാടില്ല കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചു കൊടുക്ക്. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചു കൊടുക്ക്. നിങ്ങൾ പള്ളികളിൽ കയറി നോക്ക്, വളരെ സങ്കടം തോന്നുക. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട, എന്നോട് ഒരു ദേഷ്യം തോന്നണ്ട, തോന്നിയാലും ഒന്നുമില്ല. അടുത്ത വർഷം അതിന് വിളിക്കാതിരുന്നാ മതി. ഇവിടെ ഞാൻ കയറിയിട്ടില്ല. ഞാൻ ഉസ്താദെ എന്റെ കാറിൽ നിന്ന് നേരെ ഓഫീസിൽ കയറി അവരെന്നോട് ഉസ്താദ് ഇതാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു, പ്രസംഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞു, സംസം വെള്ളം കൊടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ പള്ളിയിലും കയറിയില്ല. ഞാൻ നിസ്കരിച്ചത് വേറെ സ്ഥലത്തുനിന്നാ. ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ബാത്റൂം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ചില പള്ളികളിൽ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എവിടെ നിന്നുണ്ടായെന്നറിയോ? എവിടെ നിന്നുണ്ടായതാ? നമ്മളെ ഒന്ന് നിന്ന് മൂത്രമൊഴിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഇരുന്ന് മൂത്രമൊഴിച്ചവരാണ്. എന്നാൽ ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് അനുവദനീയമായ ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യാമാകാം എന്ന് പഠിപ്പിക്കാനാണ്. പക്ഷെ ഇരുന്നാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത്. ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോഴും നമ്മൾ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം. ശാസ്ത്രം പറയുന്നു അവന്റെ ആ ആന്തരിക അവയവങ്ങൾക്ക് ചെറിയ ചെരിവുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് അവനിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് പോവുക. ഇത് കൃത്യമായി പഠിപ്പിച്ചു ലോകത്തെ ഏറ്റവും വലിയ സയൻസ്, ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണ ഒരു കലാലയത്തിൽ പഠിക്കാതെ, ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പഠിക്കാതെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് മുമ്പ് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മിയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുടെ സൃഷ്ടിയാണ്. സ്പെയിൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ നാഗരികത അവസാനിച്ചപ്പോൾ പള്ളികളെ ബാറാക്കിയിട്ട് മദ്രസകളെ വ്യഭിചാരശാലകളാക്കിയ കുറെ ആളുകളുണ്ട്. അവിടെ നിന്ന് ഖുർആനെ പറ്റി പഠിക്കാനും സിഹാഹുസത്ത പഠിക്കാനും ബുഖാരി മുസ്ലിം പഠിക്കാനും തീരുമാനിച്ചു. എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഇസ്ലാമിലേക്കുള്ള ആഗ്രഹം കൊണ്ടോ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള മോഹം കൊണ്ടോ അല്ല, മറിച്ചത് പഠിക്കുന്നത് ഏതെങ്കിലും ഒരു ഹദീസ് കിട്ടുമോ ഈ ലോകത്തെ മുസ്ലിമീങ്ങളെയൊക്കെ പഴപ്പിക്കാനെന്ന് നോക്കുക. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ നിന്ന് മൂത്രമൊഴിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ, ഇരുന്ന് മൂത്രമൊഴിക്കുന്നവരാണ്. അങ്ങനെ നിന്ന് മൂത്രമൊഴിപ്പിക്കണം ഇവരെ കൊണ്ട്. അതിനു വേണ്ടി കിട്ടി ഇറുകിയ പാന്റ് അങ്ങോട്ട് പാശ്ചാത്യന് ഇറക്കി കൊടുത്തു. ഇതെല്ലാം നമ്മൾ വാര്യങ്ങിടാൻ തുടങ്ങി. ഇറുകിയ പാന്റ് ഇട്ടപ്പോ നമ്മൾ പറയുന്നു, ഇറുകിയ പാന്റ് ഇട്ടുകൊണ്ട് എങ്ങനെ ഇരിക്കും മൂത്രമൊഴിക്കാൻ? അങ്ങനെ വന്നപ്പോ കമ്മിറ്റി വിളിച്ചു. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ചെറുപ്പക്കാരെ, സ്കൂൾ കുട്ടികളെ, കോളേജ് വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നിന്ന് മൂത്രമൊഴിക്കുന്ന സാധനം പിടിപ്പിക്കാം. അങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്ന സാധന സാമഗ്രികൾ ക്ലോസറ്റായി നമ്മുടെ പള്ളിയുടെ കക്കൂസിന്റെ ഉള്ളറകളിൽ, ആ ചുമരുകളിൽ പിടിപ്പിച്ചപ്പോൾ നിന്ന് മൂത്രമൊഴിക്കുന്ന സംവിധാനം ഉണ്ടായി. മസ്ജിദുകളിലെ ഇമാമിയങ്ങൾ മിമ്പറിൽ ഒന്നാമത്തെ സലാം പറഞ്ഞിട്ട് നേരെ വന്ന് ഇരിക്കുന്നത് പരിശുദ്ധമായ കഅബാലയം പതിപ്പിക്കപ്പെട്ട മുസല്ലയുടെ പുറത്ത്. ഇതാരുടെ സൃഷ്ടി? യൂതന്മാരുടെ സൃഷ്ടി. എങ്ങനെ കഅബാലയത്തെ ഒരു പേപ്പറിൽ കഅബ ഷരീഫിനെ വരച്ചിട്ട് നമ്മളോട് ആരെങ്കിലും കയറി ഇരിക്കാൻ പറഞ്ഞ നമ്മൾ ഇരിക്കുവോ? കഅബാലയത്തിന്റെ ചിത്രം വരച്ച ഒരു പേപ്പർ നിലത്തിട്ടിട്ട് അതിൽ ചവിട്ടാൻ പറഞ്ഞ മുസ്ലിമായ ഒരു ചവിട്ടുവോ? അത് മനുഷ്യൻ ആദരിക്കേണ്ട കാര്യമല്ലേ? പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ ഷരീഫിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല കുഷൻ മുസല്ലകളിൽ കഅബാലയത്തിന്റെ ചിത്രം പഠിപ്പിച്ചിട്ട് മിമ്പറിൽ വിരിച്ചിട്ട് ഇമാമിനോട് പറഞ്ഞു കയറിയിരിക്കണ. ഇമാമ കയറിയിരുന്നു. എന്നിട്ട് മെഹ്റാബിൽ വിരിച്ചിട്ട് പറഞ്ഞു കയറി ചവിട്ടി നിൽക്കടാ നിസ്കരിക്കാൻ. അതിനകത്ത് കയറി ചവിട്ടി നിന്നു. ഇതൊന്നും അറിയാത്ത പൊട്ടന്മാർ ഇപ്പോഴും ഇങ്ങനെ തടകിയിട്ട് പറയാ എന്തോ ഒരു സുഖം. കാരണം എന്താ? മുസല്ലയിൽ പിടിക്കുമ്പോ നല്ല സുഖമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ തിരിച്ചറിവുള്ളവരാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ.
തിരിച്ചറിവുള്ളവരാക്കി അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് മറന്നുപോയി. ഏതായാലും ഞാൻ പറയുന്നു, നിഷ്കളങ്കമായ ഇഖ്ലാസോട് കൂടിയിട്ടുള്ള നമ്മുടെ ആരാധനകൾ, ഇബാദത്തുകൾ, അത് മാത്രമേ അല്ലാഹുവിന് വേണ്ടി, അല്ലാത്തതൊന്നും അല്ലാഹു വേണ്ട. വിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയുന്നു, ഈ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവാം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഫലസ്തീന്റെ ദുആകൾ സ്വീകരിക്കുന്നില്ല? എന്ത് സ്വീകരിക്കാതിരിക്കാൻ കാരണം? നമ്മൾ കരുതുന്നുണ്ടോ അല്ലാഹ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇന്നും അൽ-അഹ്ലി ഹോസ്പിറ്റൽ ചുട്ടരിച്ചു, അല്ലേ? അൽ-ശിഫ ഹോസ്പിറ്റലിന്റെ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന പാവപ്പെട്ട പൊന്നുമക്കൾ വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾ അൽ-ശിഫ ഹോസ്പിറ്റലിന്റെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളിലും അൽ-അഹ്ലി ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററുകളിലും പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പലസ്തീന്റെ പൊന്നുമക്കൾ പടർന്നു വീണുകൊണ്ടിരിക്കുന്നു. ഗർഭിണികളായ 50,000 സഹോദരിമാര്, 1,00,000-ഓളം വരുന്ന ഗസയിലെ പാവപ്പെട്ട സഹോദരിമാര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും പെടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. അൽ-ശിഫ ഹോസ്പിറ്റൽ, അൽ-അഹ്ലി ഹോസ്പിറ്റൽ അടക്കമുള്ള ഹോസ്പിറ്റലുകളില് ഡയാലിസ് ചെയ്യേണ്ട രോഗികൾക്ക് കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ ചെയ്യാൻ പറ്റാതെ കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം വെട്ടേറ്റ്, പോറലേറ്റ്, ബോംബേറ്റ് വീഴുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കളെയും പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയാൽ, ആശുപത്രി എന്ന് പറയുന്നത് ജനകീയമാണല്ലോ, അവിടെയുള്ള ആളുകൾക്ക് ആശുപത്രിയോട് കാരുണ്യം തോന്നുമെന്ന് കരുതിയിട്ട് ആശുപത്രിയിലേക്ക് പോയപ്പോൾ ആ ആശുപത്രിയിൽ ബോംബിട്ടിട്ട് നശിപ്പിച്ചു കളയുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവരുടെയൊക്കെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന്? ഒരു കുഞ്ഞ് മരിച്ചു, ആ കുഞ്ഞിനെ ഉമ്മാടെ മുമ്പിൽ വെച്ചിട്ട് ആ കുഞ്ഞിന്റെ നെഞ്ചത്ത് പേന കൊണ്ട് പേരെഴുതുകയാണ് ഇന്ന കുഞ്ഞ് എന്ന്. അപ്പോഴാണ് അടുത്ത മോനെ കൊണ്ടുവരുന്നത് മരിച്ച് ആ മകന്റെ പേരത്തും പേരെഴുതുന്നു. ഇത് കണ്ടിട്ട് പൊന്നുമ്മ പൊട്ടിക്കരയുന്നു. അപ്പോഴും ആ ഉമ്മ മരിക്കാൻ കിടക്കുന്ന സ്വന്തം സഹോദരന്റെ കാതിൽ വന്നിട്ട് ചോരയിൽ കുളിച്ച് നയാഗ്ര പോലെ ചോര ചാലിട്ടൊഴുകുന്ന പ്രിയപ്പെട്ട സഹോദരൻ, പെടയുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്റെ കാതിൽ വന്നിട്ട് പറയുന്നു, കലിമ പറ മോനെ, നിനക്ക് സ്വർഗമാടാ, നിനക്ക് സ്വർഗമാണ്, ഞാനും വരാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നു. അവർക്ക് സങ്കടങ്ങളില്ല. അല്ലാഹു രക്തസാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു അവിടെ നിന്നും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ദുആ സ്വീകരിക്കാതെ പോകുമെന്ന് ഇന്നലെയും എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു. കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സഹോദരൻ, എന്തിനാ ദുആ രക്കുന്നത്? അദ്ദേഹം ചോദിച്ചു പോയതാണ്, ഈമാന്റെ കുറവല്ല, വിഷമത്തിന്റെ പാരമ്യതയിൽ അദ്ദേഹം ചോദിക്കുന്നു, അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ ദുആ. ആരാ പറഞ്ഞത്? ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടോ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന്? സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ. എത്രത്തോളം? ദാ ഈ ചുമര് കണ്ടില്ലേ? പോട്ടെ, ആ മുറ്റത്ത് നിൽക്കുന്ന പനയില്ലേ, അതിന്റെ പിന്നിൽ ജൂതന്മാര് വന്ന് ഒളിച്ചിരിക്കും. ഇവിടത്തെ മുസൽമാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. അന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഈ മരത്തിന്റെ പിന്നിലും, ഈ വൃക്ഷത്തിന്റെ പിന്നിലും, ഈ പാറയുടെ പിന്നിലും ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അന്ന് ഈ പാറകൾ സംസാരിക്കും, എന്റെ വാക്കല്ല. ആകാശത്തിന്റെ മുകളിൽ, അർശിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ, സിംഹാസനത്തിന്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാതെ, ഒരു കാര്യം പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഇഖ്തബി അൽ യഹൂദിയ മിൻ വറാഇൽ ഹജരി വശജർ, വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പിന്നിൽ ജൂതന്മാർ ഒളിച്ചിരിക്കും. ഫയഖൂലുൽ ഹജറു വശജറു, ഈ വൃക്ഷവും കല്ലും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചു പറയും, യാ അബ്ദുല്ലാഹ്, യാ മുസ്ലിം, തആൽ ഖൽഫി യഹൂദിയുൻ ഫഖ്തുൽഹു. കല്ല് വിളിച്ചു പറയുന്ന കാര്യമാണ്. CCTV ക്യാമറ വെക്കണ്ട, ആരാ എവിടെ ഒളിച്ചിരിക്കുന്നത് നോക്കാൻ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ജൂതന്മാര് കല്ലിന്റെയും വൃക്ഷത്തിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോ അതുവഴി പോകുന്ന മുസ്ലിമിനോട് പറയും, എന്റെ പുറകിലടാ അവൻ ഇരിക്കുകയാണ്, വന്നിട്ട് അവനെ കൊല്ലടാ എന്ന് പറയും. പ്രകൃതി പോലും ഈ ജൂത പിശാചുക്കൾക്കെതിരാവുന്ന കാലം അല്ലാഹു എത്രയും വേഗം അത് ആജിലാക്കി തരട്ടെ എന്ന് നമുക്ക് ദുആരക്കാം. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഓ, ഇന്ന് സങ്കടപ്പെടുക. ആരാ സങ്കടപ്പെടുന്നത്? അമേരിക്കയുടെ ജോ ബൈഡൻ എന്ന ജോസഫ് ബൈഡൻ, വൈറ്റ് ഹൗസിന്റെ അധിപനായ ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ സങ്കടപ്പെടുന്നു.
എന്തേ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ? ഇസ്രായേൽ ജനതയുടെ ജീവന് വിലയുണ്ട്. ഇതാരാ പറയുന്നത്? നാളിതുവരെ കൊല ചെയ്തപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾക്കപ്പുറത്ത് ഇന്ന് ഇവരെ തിരിച്ചടിക്കാതെ ഇതെല്ലാം കണ്ടും കൊണ്ടും അലിഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞ ഒരു സമൂഹത്തിന് തിരിച്ചടിക്കണമെന്ന ഓർമ്മ വന്നപ്പോൾ, തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ കരച്ചു തുടങ്ങി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്. ചില കേന്ദ്രങ്ങളൊക്കെ പൊട്ടിക്കരയുന്ന കണ്ടാൽ ഇത്രയും നാൾ ഇവനൊക്കെ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഈ ഏഴംകുളത്തെ ഒരു വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാല് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഏഴംകുളത്തെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഏതെങ്കിലും ഒരു കശ്മലൻ, ഏതെങ്കിലും ഒരു കലാപകാരി ആ നിങ്ങളുടെ ഭാര്യയുടെ സ്തനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് തടഞ്ഞിട്ട് പറയുന്നു കുഞ്ഞിന് പാല് കൊടുക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഞാനാണെങ്കിൽ മണ്ട അടിച്ച് പൊട്ടിച്ചു കളയും. ഇതല്ലേ ഹമാസിന്റെ ആളുകൾ ചെയ്യുന്നുള്ളൂ. വാപ്പാക്ക് സുഖമില്ലാന്നറിഞ്ഞിട്ട് വാഹനത്തിലെടുത്ത് കിടത്തിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഏനാത്ത് വഴി കൊട്ടാരക്കര വഴി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏഴംകുളത്ത് നിന്ന് വാഹനം എടുക്കുന്ന ആംബുലൻസിനെ വഴിയിൽ കൊണ്ടുവന്ന് തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഡോറ് തുറന്ന് വെളിയിലിറങ്ങിയിട്ട് അവനെ ഉന്തിത്തള്ളി മാറ്റിക്കിട്ട് നിങ്ങൾ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകൂലേ? ഇതല്ലേ ചെയ്യുന്നുള്ളൂ ഫലസ്തീനികൾ. അവരിനിയും അനുഭവിക്കണമെന്നാണോ പറയുന്നത്? കണ്ടാൽ ഞാൻ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം മക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും അല്ലാഹു സ്വീകരിക്കുന്നില്ലയോ, അല്ലാഹു ഉത്തരം തരുന്നില്ലയോ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ലയോ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചനാചരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോനെ അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ലോകത്തുള്ള കോടാന കോടി വിശ്വാസികളുടെ ഹൃദയാന്തരാളങ്ങളിലെ രാജകുമാരാ, الأمين الصادق روحي فدا أحمد مجتبى نبي الثقلين إمام المتقين നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാണ്, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കും. ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കും ബിളുഅഫാഇഹിം, ഇവിടെയുള്ള പാവപ്പെട്ട ബലഹീനന്മാരെ കൊണ്ടാ അല്ലാഹു സഹായിക്കുക. മല്ലന്മാര് ശക്തന്മാരിലൂടെയല്ല അല്ലാഹു ഉമ്മത്തിനെ സഹായിക്കുന്നത്. ഈ സമുദായത്തിലെ ബലഹീനന്മാരിലൂടെയാണ് അല്ലാഹു ഉമ്മത്തിനെ സഹായിക്കുന്നത്. എങ്ങനെയാണ് ഈ ബലഹീനന്മാരായ ഈ ഉമ്മത്തുകളെ കൊണ്ട് സഹായിക്കുന്നതെന്നറിയോ? ബിദഅവാതിഹിം, അവരുടെ ദുആ കൊണ്ട്, വസലവാതിഹിം, അവരുടെ നിസ്കാരങ്ങൾ കൊണ്ട്, വഇഖ്ലാസിഹിം, അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് അല്ലാഹു ദുആ സ്വീകരിക്കുന്നത്. ഈ ഉമ്മത്തിന് സഹായം എന്തുകൊണ്ടാ? ഇവിടത്തെ ശണ്ഡീകരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, മർദ്ദിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ദുആ കൊണ്ടാ, അവരുടെ നിസ്കാരം കൊണ്ടാ, അവരുടെ ഇഖ്ലാസ് കൊണ്ടാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ പോലും തൊടൂലല്ലോ ഇഖ്ലാസ് ഉള്ളവനെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മലക്ക് എഴുതൂല. കാരണം മലക്കിനറിയാൻ പറ്റില്ല ഇഖ്ലാസ്. ശൈത്താൻ പിഴപ്പിക്കില്ല, കാരണം ശൈത്താൻ അറിയില്ല. ശരീരയിച്ച ഒരിക്കലും ഇഖ്ലാസിനെ മാറ്റിമറിക്കില്ല, കാരണം ബോഡിക്ക് അറിയാൻ പറ്റില്ല, ജഡികേച്ചയ്ക്ക് അറിയാൻ പറ്റില്ല. ശൈത്താന് പോലും പേടിയാണ് മുഖ്ലിസീങ്ങളെ. അല്ലാഹനെ അറിയേണ്ട വിധം അറിഞ്ഞവനെ. സ്വർഗത്തിന് വേണ്ടി ഇബാദത്തെടുക്കുന്നവന്റെ കാര്യമല്ല, നരകത്തെ പേടിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്നവന്റെ കാര്യമല്ല. പിന്നെയോ ഇഖ്ലാസോടെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഇബാദത്തെടുക്കുന്ന മുഖ്ലിസീങ്ങളെ ശൈത്താന് പോലും പേടിയാ. ഇതെന്റെ വാക്കല്ല, അല്ലാഹുവിനോട് ശൈത്താൻ ആണയിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഖാല ഫബിഇസ്സതി സൂറത്ത് സ്വാദ് 82-ാമത്തെ ആയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് നോക്കണേ. ശൈത്താൻ അല്ലാഹുവിനോട് സത്യം ചെയ്യുകയാ. ഖാല ഫബിഇസ്സതിക ലഉഗ്ദിയന്നഹും അജ്മഈൻ.
അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ടാണ് സത്യം ചെയ്തത് ഇബ്ലീസ്. നിന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം, നിന്റെ ഔന്നത്യത്തെ തന്നെയാണ് സത്യം. ലഉഗ്വിയന്നഹും, ദായിരിക്കുന്ന ഉസ്താദിനറിയാം, ലഉഗ്വിയന്നഹും രണ്ട് അക്ഷരം കൊണ്ട് വന്നിട്ടാണ് അവിടെ ശക്തമായി പറഞ്ഞത്. ഒന്നാദ്യത്തെ ല, പിന്നെയോ ഉഗ്വിയന്ന എന്ന് പറയുന്ന മണിക്കുന്ന രണ്ട് നൂനിൽ ഒരു നൂന്. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തുന്നതിന് പുറമെ അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് ശൈത്താൻ പറയുന്നു അജ്മഈൻ, എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും, എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും. ആ സമയം അല്ലാഹു തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ ഏഴംകുളത്തുകാരാ, അല്ലാഹു തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? എടോ ശൈത്താനെ, എടോ പിശാചേ, എടോ റജീമേ, ശപിക്കപ്പെട്ടവരെ, നീ ആണയിട്ട് പറഞ്ഞല്ലോ സർവരെയും പഴപ്പിക്കുമെന്ന്. എന്നാൽ എടോ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസോടെ എനിക്ക് ഇബാദത്ത് എടുക്കുന്ന എന്റെ ദാസന്മാരെ തൊടാൻ പറ്റൂല. നിനക്ക് തൊടാൻ പറ്റൂല. ഇഖ്ലാസ് ഉള്ളവനെ പഴപ്പിക്കാൻ ഒരു ശൈത്താനും കഴിയൂല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അല്ലാഹനെ മനസ്സിലാക്കേണ്ടത്, പടച്ചവനെ തിരിച്ചറിയേണ്ടത്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കേണ്ടത് അവന്റെ സംതൃപ്തിക്ക് വേണ്ടി, ഇഖ്ലാസിന് വേണ്ടിയാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തിലേക്ക് പോകുമ്പോ ദുനിയാവിന്റെതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ കാര്യമാണ്, ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ ദീനിന്റെ കാര്യം. ഇനി പറയാൻ പോകുന്ന ഏതാ? ആഖിറത്തിന്റെ കാര്യം. അവിടെ എന്തില്ല? ദീനും ഇല്ല, ദുനിയാവും ഇല്ല. ദീനുണ്ടോ? സ്വർഗത്തില് ദീനുണ്ടോ? അവിടെ ഇൽമിന്റെ മജ്ലിസ് ഉണ്ടോ? അവിടെ നിസ്കാരം ഉണ്ടോ? അവിടെ നോമ്പുണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പോ എങ്ങനെ പറയാ? ഇത് ലൈവാ. നാളെ ഈ നിരീശ്വരവാദികൾക്ക് പിന്നെ ഇത് കിട്ടുന്ന നല്ല ഒരു കിട്ടുന്ന, അവരിങ്ങനെ നോക്കിയിരിക്കാൻ. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഒന്ന് 10 അക്ഷരം പഠിക്കട്ടെ. അൽഹംദുലില്ലാ. ഒരുത്തി എന്റെ ഒരു സ്ത്രീ, ഞാൻ അവളുടെ പേരൊന്നും പറയുന്നില്ല, പലരും എനിക്ക് ഇങ്ങനെ അതിന്റെ ലിങ്ക് അയച്ചുകൊണ്ടിരിക്കുക. എന്നെ പറ്റി ഞാൻ എവിടെ പ്രസംഗിക്കുവോ ആ പ്രസംഗിക്കുന്നതിന്റെ പ്രസക്ത ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ഒരുത്തി, ഒരു മുസ്ലിം നാമധാരിയാണ്. അവൾ ഇപ്പോ മതം മാറിയിട്ട് അവള് നിരീശ്വരവാദിയായി അവൾ ഇങ്ങനെ കഴിയാണ്. അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക. ഈ പണ്ട് കഅബാലത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ചു. കഅബയിൽ കയറി മൂത്രമൊഴിച്ചപ്പോ ആളുകൾ വടിയും തടിയുമായിട്ട് ഓടിക്കൂടി. അപ്പൊ ഇയാൾ ഒഴിച്ച ആള് പറഞ്ഞു, നിങ്ങൾ എന്നെ അടിച്ചോ, പക്ഷെ ഞാൻ എന്തിനു മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് അടിക്കാറെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, നീ എന്തിനാണ് ആ കഅബയിൽ കയറി മൂത്രമൊഴിച്ചത്? അപ്പൊ അയാള് പറയാ, ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് വല്ലതും ചെയ്യണം, അത് എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ ഏറ്റവും വലിയ തോന്നിയാസം കാണിച്ചാൽ ലോകത്ത് അറിയപ്പെടാൻ പറ്റും. അതാണ് ഞാനിപ്പോ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ കഅബയിൽ മൂത്രം ഒഴിച്ചത് ലോകത്ത് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്, നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇവരെയൊക്കെ പേരെടുത്ത് വെച്ചിട്ട് അവൾ അങ്ങനെ പറഞ്ഞില്ലേ, അവക്ക് ഇതാണ് മറുപടി എന്ന് പറയുമ്പോ ഈ കേൾക്കുന്ന ആളുകളിലേക്ക് അതെന്തായിരിക്കും അവള് പറഞ്ഞത്, ഉടനെ അവളെ പേരടിച്ചു നോക്കിയിട്ട് യൂട്യൂബ് കയറിയിട്ട് അവളുടെ ആ പറഞ്ഞത് കേൾക്കുക. അപ്പൊ അവക്ക് റീച്ച് കൂടിയിട്ട് അവക്ക് ശാപ്പാടടിക്കാം, അവക്ക് ആഹാരം കഴിക്കാം. അങ്ങനെ നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി. നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി. നെതർലാൻഡിൽ ഒരു വൃത്തികെട്ടവൻ ഇരിപ്പുണ്ട്. ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാളെ നബിദിന സമ്മേളനമാണ്. നബിദിനം കഴിഞ്ഞുവെങ്കിലും നബിദിനത്തിന്റെ ആ സമ്മേളനം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഡേറ്റിന്റെ വിഷയത്തിൽ 2 മേഖലകൾ കൂടി ഒരുമിച്ച് ഭരണിക്കാവിൽ നടത്തുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും നബിദിന മഹാസമ്മേളനവും. നബിദിനം കഴിഞ്ഞെങ്കിലും നബിദിനത്തിന്റെ പ്രസക്തി തീരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയൊരു പരിപാടിയാണ്. അവിടെ ആക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയും. ഒരു മഹല്ലാകുമ്പോ പറയുന്നതിന് പരിമിതിയുണ്ട്. നെതർലാൻഡിൽ അടച്ചിട്ട ഒരു മുറിക്കകത്തിരുന്ന് അടച്ചിട്ട കണ്ണാടി കൂട്ടിനകത്തിരുന്നിട്ട് അഷ്റഫുൽ ഖൽക്കിനെ പറ്റി ഇങ്ങനെ മോശം പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നത് കേട്ടാൽ കൈയില്ലാത്തവനെ കൈവച്ചിട്ട് അവനെ അടിക്കാൻ തോന്നും. കാരണം ഇത് രാജ്യം വേറെയല്ലേ, ഈ രാജ്യത്തെ എന്തു ആവോലെ ആർക്കും ആരെയും പറയാലോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽക്കിനെയും ആരംഭപൂവായ പ്രവാചകന്റെ പ്രിയ പത്നിമാരെയും പറയുന്ന ഒരുത്തനും നല്ലതുപോലെ മരിച്ചു പോയിട്ടില്ല. അവനൊക്കെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളൂ. ഇന്നലകളുടെ ചരിത്രം അതാണ്.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറത്തിന്റെ കാര്യം ഞാൻ പറയാ. ദുനിയാവും ദീനും ദുനിയാവും ഒക്കെ ഇവിടെ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിസ്കാരവും ഇല്ല, നോമ്പും ഇല്ല, പിന്നെ അങ്ങോട്ട് ഹജ്ജിനും പോണ്ട, ഒന്നും വേണ്ട, ഇഷ്ടം പോലെ ചെയ്യാം. അള്ളാഹുവെ കുറച്ച് കള്ള് കുടിക്കണം, അവിടെ ഉണ്ട്. ഖുർആനിൽ എത്ര ആയത്തുകളാ, നീ എവരൊക്കെ അത് പറയുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഖുർആന്റെ ആയത്തിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? അല്ലടോ, കള്ളാറുണ്ടടോ. ഇവിടെ കള്ളു കുടിക്കാത്തവൻ അള്ളാഹ് കള്ളു കൊടുക്കും, ഇവിടെ പട്ട് ധരിക്കാത്തവൻ അള്ളാഹു അവിടെ പട്ട് കൊടുക്കും, ഇവിടെ സ്വർണം ധരിക്കാത്ത ആണുങ്ങൾക്ക് അവിടെ അള്ളാഹ് സ്വർണം കൊടുക്കും. അതിൽ ഒരു സംശയവും ഇല്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്, അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ ദുനിയാവിന്റെയും ദീനിന്റെയും കാര്യം ഇഖ്ലാസിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള വിഷയത്തിൽ ഇതാണ് എങ്കിൽ ഇനി നിങ്ങൾ ആഖിറത്തിലേക്ക് വരൂ. അള്ളാഹുവിന്റെ അനന്തമായ അവസാന ലോകം ആഖിറമുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിൽ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്, യൗമൽ ഖിയാമത്തിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? ഈ ഏഴംകുളത്തെന്നെ കേൾക്കുന്ന ഒരാളെ പോലും അല്ലാഹു വിടില്ല കേട്ടോ. എങ്ങനെയാണ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നതെന്നറിയോ? 3 രീതിയിലാണ്. ഒന്നാമതായിട്ട് റസൂൽ പറയുന്നു, വല്ലാത്ത വിശപ്പായിട്ടാണ് പരലോകത്ത് നമ്മൾ വരിക. എന്ത് വിശപ്പാ നമുക്ക്! ആ വിശപ്പോടുകൂടി പരലോകത്ത് നമ്മൾ എത്തപ്പെടുകയാ. ദാഹമാണ്, പൈദാഹമടക്കാൻ വെള്ളം കിട്ടാൻ, ഒരു തുള്ളി ജലപാനം ചെയ്യണമെന്ന മോഹമാണ് കൽബിൽ വരുന്നത്. ദാഹിച്ച് പരവശരായി വിഷം നൊട്ടിയ വയറുമായിട്ട് പരലോകത്ത് വരുമ്പോൾ ഒരു നൂൽബന്ധം പോലും കാണൂല, ഒരു നൂൽബന്ധം പോലും ഉണ്ടാവൂല. പിറന്നത് എങ്ങനാണോ അങ്ങനെയാണ് പരലോകത്ത് വരിക. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫമൻ അത്അമ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത്, അല്ലാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത്, അശ്ബഅഹുല്ലാഹ്, അല്ലാഹു അവരെ വയറ് നിറപ്പിക്കുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അണ്ടർലൈൻ കൊടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആരെല്ലാരും ആഖിറത്തിൽ വരുന്നത് വിശന്നിട്ടാണ് വരുന്നത്. അങ്ങനെ വിശന്ന് വരുന്ന എല്ലാവർക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കൂല. ആ പരലോകത്ത് ഒരു ചാൻമുകളിൽ കപ്പിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ ആർക്കാണല്ല ഭക്ഷണം കൊടുക്കുന്നതെന്നറിയോ? ഈ ഭൂമിയിൽ വെച്ച് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആരാണോ, അത് പേരിന് വേണ്ടിയിട്ടല്ല. 1 കിലോ പഞ്ചസാരയും 2 കിലോ പച്ചരിയും 250 ചായപ്പൊടിയും 1 കിലോ സവാളയും 1/2 കിലോ കൊച്ചുള്ളിയും 2.5 കിലോ 250 വെളുത്തുള്ളിയും കൊടുത്തിട്ട് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഞാൻ വലിയ ധർമ്മിട്ടനാണ്, ഞാനിങ്ങനെ ഒരുപാട് കൊടുക്കുന്നവനാണെന്ന് കാണിക്കുന്നവനെ, നിനക്ക് ആഖിറത്തിൽ ഭക്ഷണമല്ല തരൂലടാ. അല്ലാഹു ആഖിറത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? മൻ അത്അമ ലില്ലാഹ്, ഇവിടെ ആരാണോ ഭക്ഷണം അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുന്നത്, അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുന്നത്. സൈനുൽ ആബിദീൻ തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ ഹുസൈൻ, അവരുടെ പൊന്നുമോനാണ് സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, അലി ഇബ്നു ഹുസൈൻ എന്നാണ് പേര്. ആ അലി ഇബ്നു ഹുസൈൻ എന്നറിയപ്പെടുന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ഒരാളും പട്ടിണി കിടക്കൂല. ആരാണ് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നതെന്ന് അറിയുന്നില്ല, പക്ഷേ വീട്ടുമുറ്റത്ത് സുഭിക്ഷമായ ഭക്ഷണം പ്രതീകരിക്കാറുണ്ട്. അത് വാരി വാരി ആവേശത്തോടെ പാവങ്ങൾ തിന്നുമായിരുന്നു. ഇതാരാ കൊണ്ടുവയ്ക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇന്നത്തെ പോലെ CCTV ക്യാമറകളൊന്നുമില്ലല്ലോ. ആ സമയത്ത് സഹോദരാ, ഈ ഭക്ഷണം കൊണ്ടുവച്ചതെന്നാരും അറിയുന്നില്ല. പക്ഷേ സൈനുൽ ആബിദീൻ തങ്ങൾ മരിച്ചു. മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ പാവങ്ങൾക്ക് ഭക്ഷണമില്ല.
അപ്പോഴാണ് അറിയുന്നത്, റബ്ബേ ഇന്നലെ വരെയും പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം വെച്ചത് സൈനുൽ ആബിദീൻ തങ്ങളാണോ? മരണപ്പെട്ട് മയ്യത്ത് കെട്ടിൽ കിടക്കുമ്പോ കുളിപ്പിച്ചവര് പറയാ, സൈനുൽ ആബിദീൻ തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ കുളിപ്പിക്കുന്നവര് കണ്ടുവത്രേ, ഈ രണ്ട് തോളിന്റെ ഭാഗത്ത് കറുത്ത കായ്പാണ്, പാടാണ്, അടയാളമാണ്. എന്തുകൊണ്ടാണ്? വർഷങ്ങളോളം ഭക്ഷണം ചുമന്ന് കൊണ്ട് നടന്നതിന്റെ പാടാണ് ശരീരത്തിന്റെ തോളിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത്. സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്തത് ലോകമറിഞ്ഞില്ല. 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിയിട്ട് 100 പേരെ വിളിച്ചു കൂട്ടിയിട്ട് ആയിരങ്ങളുടെ മൊബൈലിൽ പിടിച്ചിട്ട് 10,000 പേര് ഷെയർ ചെയ്ത് 1 ലക്ഷം കമന്റുകൾ വന്നിട്ട് എന്തിനാണ് ചാരിറ്റി നടത്തുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നത് ആരും അറിയണ്ട, അള്ളാഹ്ക്കു വേണ്ടിയാകണം. ആ പടച്ചവന് വേണ്ടി ആര് ഭൂമി ലോകത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, അഷ്റഫുൽ ഖൽഖ് പറയുന്നു, അഷ്ബഅഹുല്ലാഹ്, ആഖിറത്തിൽ വിശന്നു വരുന്നവൻ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കണം, അല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കരുത്. ചില ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കും. അത് വേണ്ട, അത് വേണ്ട. നമ്മൾ ഭക്ഷണം കൊടുക്കണം. ഇവിടെ ഭക്ഷണമൊന്നുമില്ലല്ലോ 5 ദിവസവും ഇല്ല, വേണ്ട, ഞാൻ ചോദിച്ചൊന്നും ഇല്ല. അത് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുമോ? 1 രൂപ പിരിവില്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ അവസാനം ഭക്ഷണമൊക്കെ കൊടുക്കും. ഈ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ സഹോദരിമാർക്ക് കൂടെ ഞാൻ പറയാ, വീട്ടുമുറ്റത്ത് ആരെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ട് ദാഹിച്ചിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുമ്പോ അകത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് അകത്തുനിന്ന് പറയും, ഇവിടെ ആരും ഇല്ല, ഇവിടെ ആരും ഇല്ല. ശരിയാ, മനുഷ്യനായിട്ടുള്ള ആരും അവിടെ ഉണ്ടാവൂല, ഉണ്ടെങ്കിൽ കൊടുക്കൂലേ? ഈ അകത്തുനിന്ന് പറഞ്ഞത് അർത്ഥം മനുഷ്യനല്ല. അത് തന്നെയാണ്. സഹോദരിമാരെ, ആര് വന്നാലും നിങ്ങൾ 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ 1 നേരത്തെ ഭക്ഷണം കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം ദുഃഖങ്ങൾ നമുക്കുണ്ടാവും. ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ അസുഖം, മക്കളുടെ വിദ്യാഭ്യാസം, കടം, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ മരുന്നെന്നറിയോ? അതിനുള്ള മരുന്ന് എന്താണെന്നറിയോ? നിങ്ങൾ 2-3 പേർക്ക് നല്ല ഭക്ഷണം കൊടുത്തു നോക്ക്. അത് നിങ്ങൾ മട്ടനും ചിക്കനും ബീഫും ഒന്നും കൊടുക്കണ്ട. ബീഫ് ഒലത്തിയതും ചിക്കൻ കൊണ്ടാട്ടവും ഓടിച്ചിട്ട് പിടിച്ച് വേവിച്ചതും അതൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? വയറ് നിറച്ച് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും കൂടെ കൊടുക്ക്.